11 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ഈ ഊതിയാൽ പറന്നു പോകുന്ന രേണുസുതി എങ്ങനെ പൊക്കിയെടുത്തോണ്ട് നടന്നു എന്നുള്ളതാണ് എന്റെ സംശയം. 11 വയസ്സ് മുതൽ ഞാൻ എടുത്തുകൊണ്ട് നടന്ന ഒരു കുഞ്ഞുണ്ട്, കിച്ചു. അവൻ മാത്രം ഇന്ന് വരെ എന്നെ കാണാൻ വന്നിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രേണുസുതിയെ കുറിച്ചുള്ള അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത്. കാരണം എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത 1, 2, 3 പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ലാസ്റ്റത്തെയാണ്. അതായത് 11 വയസ്സ് മുതൽ അവനെ എടുത്തുകൊണ്ട് നടന്ന രേണുസുതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ അങ്ങോട്ട് ചൊറിച്ചിൽ വന്നു. കാരണം എൻ്റെ മകൾക്കിപ്പോൾ 10 വയസ്സ് പ്രായമുണ്ട്. എനിക്ക് ഒരു 5 feet and 4 inches ഹൈറ്റ് ഉണ്ടായിരിക്കും. ഹൈറ്റേ ഉള്ളൂ. പിന്നെ വെയിറ്റ് ഒരു 57-58. അതിന് 59 ഒന്നും ഇതുവരെ ആയിട്ടില്ല. 58 എന്തായാലും ഉണ്ട്. ഉള്ള വെയിറ്റുള്ള ഞാൻ ഈ 10 വയസ്സുള്ള എൻ്റെ കൊച്ചിനെ എനിക്ക് പൊക്കിയെടുക്കാൻ പറ്റില്ല. എങ്ങാണ് നടുമിന്നെന്ന് എടുത്താലല്ലേ നടുമിന്നു, പൊങ്ങണ്ടേ? എടുക്കാൻ പറ്റില്ല. ഏകദേശം 9 വയസ്സ് മുതൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം 9-10 വയസ്സെന്ന് പറഞ്ഞാൽ അവർ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. അവർക്ക് ബോഡി വെയിറ്റ് അത്യാവശ്യം ഭയങ്കര ഓവർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികളുമല്ല ഈ 10-11 വയസ്സുള്ള ആ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ പ്രായത്തിൽ ഈ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അവർക്ക് പൊക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ല, നടുമിന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രേണുസുതി, അന്നത്തെ രേണുസുതി എല്ലാവർക്കും അറിയാമല്ലോ. സുധിയുടെ കൂടെ ഉള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനൊന്നും ഊതിയ പറന്നു പോകുന്ന രേണുസുതി. ആ രേണുസുതി അതായത് ഭയങ്കര അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരു രേണുസുതിയാണത്. ഒട്ടും വെയിറ്റ് ഇല്ല. കിച്ചുവിനെ സംബന്ധിച്ച് അവൻ അന്നും ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഋതപ്പനെ വെച്ച് നോക്കുമ്പോൾ ഋതപ്പനേക്കാളും ഉണ്ടായിരുന്നു ഈ കിച്ചു. അപ്പം 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ഈ ഊതിയാൽ പറന്നു പോകുന്ന രേണുസുതി എങ്ങനെ പൊക്കിയെടുത്തോണ്ട് നടന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. അതാണ് എനിക്ക് ഒരു തരത്തിൽ അതുമായിട്ട് അവിടെ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. എന്താണെന്നറിയാമോ? ഒരു കുഞ്ഞിനെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിലേക്ക് ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുടില ബുദ്ധിക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ ഉപയോഗിച്ച വാചകങ്ങളാണ്. അതല്ലേലും എപ്പോഴും അങ്ങനെ അബ്യൂസേഴ്സ് അവർ സൊസൈറ്റിക്ക് കേട്ട് കഴിഞ്ഞാൽ വളരെ ലളിതവും കേൾവിക്കാർക്ക് പെട്ടെന്ന് അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതുമായിട്ടുള്ള വാചകങ്ങൾ മെനയാനും അത് വളരെ ലളിതമായിട്ട് സരസമായിട്ട് അല്ലെങ്കിൽ വളരെ ഇമോഷണലായിട്ട് പ്രസൻറ്റ് ചെയ്യാനുമുള്ള കഴിവ് ഈ അബ്യൂസേഴ്സിനുണ്ട്. അവരത് ഡയറക്റ്റ് ആയിരിക്കത്തില്ല ഇരയെ അറ്റാക്ക് ചെയ്യുന്നത്. അവർ പല മാർഗങ്ങൾ ഉപയോഗിക്കും. ഇതോടുകൂടി എനിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരു കുഞ്ഞിനെ ദുരുപയോഗപ്പെടുത്താൻ, അതായത് അവനെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാനായിരുന്നു രേണുസുതിയുടെ ഉദ്ദേശം എന്നുള്ളൊരു കാര്യം മനസ്സിലായി. കാരണം 11 വയസ്സുള്ള ഒരു ആൺകുഞ്ഞിനെ 11 വയസ്സ് മുതൽ എടുത്തുകൊണ്ട് നടന്നു എന്നാ പറഞ്ഞത്. 11, 12, 13, 14, 15 വയസ്സ്, 16, 17 എടുത്തുകൊണ്ട് നടന്നല്ലേ. ബാഹുബലിയായിരുന്നല്ലോ രേണുസുതി. ഇവിടെ ബോഡി ഷേമിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പണ്ടത്തെ രേണുസുതിയുടെ ഫോട്ടോ വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. രേണുസുതി എന്ന് പറഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് കൂടിപ്പോയാൽ ഒരു 37, 38, 39 ബോഡി വെയിറ്റ് മാത്രമേ കാണത്തുള്ളൂ, kg മാത്രമേ കാണത്തുള്ളൂ. ആ 38 kg ഉള്ള പെൺകുട്ടി 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ പൊക്കിക്കൊണ്ട് എടുത്തുകൊണ്ട് നടന്നു എന്ന് പറയുന്നത് കേട്ടപ്പോൾ മുതൽ എനിക്ക് ആ റിയാലിറ്റി മനസ്സിലായി. കാരണം ആ കുഞ്ഞിനെ, അതായത് ആ പയ്യനെ ഇവൾക്ക് സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിന് ഡ്രാഗ് ചെയ്യണമായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്യൂസേഴ്സിൻ്റെ ഒരു കരവിരുതാണ്, അവരുടെ കഴിവാണ് വിക്ടിമിനെ ഏത് രീതിയിലും തകർക്കുക എന്നുള്ളത്. അപ്പം ഈ 11 വയസ്സ് മുതൽ ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നവൻ മാത്രം കാണാൻ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കിച്ചു ഇട്ടൊരു വീഡിയോ ഉണ്ട്. ഇനിയിപ്പോൾ എല്ലാവരുടെ പരാതി എങ്ങ് തീർക്കാം, കാണാൻ പോകാം. അതായത് അവൻ അത്രമാത്രം ദേഷ്യം വരാനുള്ള കാര്യം അബ്യൂസറിന് അറിയാം. താൻ പറയുന്ന കാര്യം കേട്ട് വിക്ടിം സ്ഥാനത്ത് നിൽക്കുന്നവർ ട്രിഗർ ആവും, അവർ തകർന്നു പോകുന്നു. കാരണം കിച്ചുവിന് വ്യക്തമായിട്ട് അറിയാം, ഇവരെന്നെ 11 വയസ്സ് മുതൽ എടുത്തോണ്ടെന്നാണ്. വല്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടോ 2 പേര് ചേർന്ന് കൊച്ചിനെ പൊക്കി അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് പൊക്കിയെടുത്ത് വെച്ച് കൊടുത്തിട്ടിപ്പം ഇവളിങ്ങനെ എടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടാവും, രേണുസുതി ഇങ്ങനെ എടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഈ അമ്മ എന്നെ എടുത്തുകൊണ്ട് നടന്നതോ എന്നെ വളർത്തിയതോ അല്ല എന്നുള്ളൊരു കാര്യം ഈ മകന് കിച്ചുവിന് വ്യക്തമായിട്ട് മനസ്സിലാവും. അതിനൊക്കെ അപ്പുറത്തേക്ക് അവനെ, അതായത് ഇതിനു മുന്നും അവൻ പല ജീവിതകഥകളൊക്കെ വന്ന് അവൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അവന് സംസാരിക്കാൻ ശബ്ദം പോലില്ല. ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പയ്യനാണിത്. ശരിയാണ്, എല്ലാ ആൺകുട്ടികളും ഇങ്ങനെ പൊട്ടിച്ചിരിച്ചോ ഉറക്കെ സംസാരിക്കണം എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ കിച്ചുവിനെ കേൾക്കുന്നവർക്കറിയാം അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒറ്റപ്പെടലുകൾ, അവനെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, അവൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ ട്രോമകളൊക്കെ ഉണ്ട്. അവൻ്റെ
ശബ്ദം പോലും പലപ്പോഴും ഉറക്കെ പറയാൻ പറ്റാത്ത രീതിയിൽ അന്തർമുഖനാക്കി കളഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ, അതായത് ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു പയ്യനാണ് കിച്ചു എന്നുള്ളത് അല്പമെങ്കിലും വിവരമുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം എനിക്ക് ഈ ചില സ്റ്റേറ്റ്മെന്റുകളോട് ഒട്ടും നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിരി വരുമായിരിക്കും. എനിക്കിത് കേട്ടപ്പോൾ ആദ്യം ചിരി വന്നുവെങ്കിലും പിന്നെ ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. അതായത് വളർത്തമ്മയുടെ കുടില ബുദ്ധി. അത് ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ട കമന്റ് സെക്ഷനിൽ കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, കിച്ചു ബിഗ് ബോസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അവനെ തകർക്കാൻ വേണ്ടിയിട്ട് രേണുസുതി കാണിച്ചതായിരിക്കാമെന്ന്. എനിക്കറിയില്ല ബിഗ് ബോസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ സാഹചര്യം വെച്ച് നോക്കിയപ്പോൾ ശരിയാണ്, ബിഗ് ബോസിലേക്ക് അവൻ പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവൻ ഒരിക്കലും ജനപ്രീതി അവിടെ കിട്ടരുത്, മനസ്സിലായില്ലേ? ഒരു അബ്യൂസറിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് രൂപരേഖ ഉൾപ്പെടെ അവരെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ വാചകം കേട്ടപ്പോൾ കേൾവിക്കാരുടെ, അതായത് സമൂഹത്തിന്റെ വികാരം വ്രണപ്പെട്ടു പോയി എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. കാരണം കിച്ചുവിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ട് ബുള്ളിങ് ആയിരുന്നു. കാരണം ആ സ്ത്രീയുടെ അവസ്ഥ നിനക്ക് മനസ്സിലാവുന്നില്ലടാ, നിനക്ക് എന്തുകൊണ്ടാ ഇത്ര കൊമ്പ്, നിനക്ക് എന്തുകൊണ്ടാ ഇത്ര അഹങ്കാരം, നീ എന്തിനാടാ ഇങ്ങനെ വെല്ലുവിളി, ഇത് ബുള്ളിങ്ങിന് അങ്ങേയറ്റമായിരുന്നു. ഇത്ര മാത്രമേ അബ്യൂസറും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് അവനെ സൊസൈറ്റിക്ക് മുന്നിൽ കടിച്ചു കീറാൻ വേണ്ടി ഇട്ടുകൊടുക്കുക. അബ്യൂസറിന് വ്യക്തമായിട്ട് അറിയാം, ലളിതമായിട്ട് വിഷമുള്ളുകൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരെ ചുറ്റും നിൽക്കുന്നവർ കടിച്ചു കീറുമെന്ന്. അങ്ങനെ വിഷം ചേർത്ത് ഇങ്ങനെ അരച്ച് പതപ്പിച്ച് കാണുന്നവരുടെ മുന്നിൽ വളരെ മനോഹരമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് രേണുസുതി അത് ഇട്ടുകൊടുത്തത്. നിങ്ങൾ ആലോചിക്കണം, 11 വയസ്സ് മുതൽ ഞാൻ എടുത്തുകൊണ്ട് നടന്ന ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ ഒറ്റ മനുഷ്യന് പോലും തിരിച്ച് ചോദിക്കാൻ തോന്നിയില്ല, 11 വയസ്സുള്ള ഒരു ആൺകുഞ്ഞിനെ നീ എങ്ങനെ എടുത്തുകൊണ്ട് നടന്നു? 11 വയസ്സ് മുതൽ എന്ന് പറയുമ്പോൾ 12, 13, 14, 15 വയസ്സ് വരെയൊക്കെ ആ കുഞ്ഞിനെ നീ എടുത്തുകൊണ്ടായിരുന്നോ നടന്നിരുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരിടം പോലും കൊടുക്കാത്തത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒളിയമ്പുകൾ ആ ഒരു അബ്യൂസറിന് ഇട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇനിയെങ്കിലും ഇതുപോലുള്ള ബന്ധങ്ങളെ ചൊല്ലി ഈ രേണുസുതിയെ പോലുള്ള ആളുകൾ, ഇനി രേണുസുതി ആണെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ കുഞ്ഞിന് നേരെ ബുള്ളിങ്ങിന് ഇറങ്ങിത്തിരിക്കാതിരിക്കുക, അവനെ ചോദ്യം ചെയ്യാതിരിക്കുക. നമ്മളൊക്കെ അവൻ്റെ സോഷ്യൽ മീഡിയയിൽ പോയി ഇവർ പറയുന്നത് കേട്ട് അവനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്വിപ്മെന്റ് ആവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കരുവാവുകയാണ്. അതായത് ഒരു അബ്യൂസറിന്റെ കരുവാവുകയാണ്. അറിഞ്ഞോ അറിയാതെയോ അവരുടെ കളിക്കളത്തിലെ കരുവായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അവർക്കറിയാം, ഞാനിത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെ ഒരുപാട് പേർ എൻ്റെ ആളുകളാവും, എൻ്റെ അണിയാളികളാവും. അപ്പം ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് എൻ്റെ വിക്ടിമിനെ തകർക്കാൻ ഇവർക്ക് പറ്റുമെന്ന് വ്യക്തമായ ബോധ്യത്തോടു കൂടി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. ആ സ്റ്റേറ്റ്മെന്റ് വട്ടപൂജ്യമാണ്. കാരണം 11 വയസ്സ് മുതൽ രേണുസുതി എടുത്തുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി സ്വപ്നം പോലും കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കത്തില്ല അങ്ങനത്തെ ദൃശ്യങ്ങളൊന്നും. കാരണം എടുക്കാൻ പറ്റില്ല രേണുസുതിക്ക്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 11 വയസ്സുള്ള ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബോൺ വെയിറ്റ് ഉള്ള ഒരു കുട്ടിയായിരിക്കും, ബോഡി വെയിറ്റ് ഉള്ള ഒരു കുട്ടിയായിരിക്കും. കിച്ചു സുധിയെ സംബന്ധിച്ച് കൊല്ലം സുധി എന്ന് പറയുന്ന മനുഷ്യൻ നിലത്തും പൊക്കത്തൊന്നും വെക്കാതെ കൊണ്ട് നടന്ന ഒരു മകനാണ്. അവൻ ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അവൻ എടുത്തുകൊണ്ട് നടക്കുന്ന ഫോട്ടോ എടുക്കാനെങ്ങാനും എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടാവും. അപ്പം തന്നെ പുള്ളിക്കാരത്തി നടു വേദനിച്ചിട്ട് താഴെ വെച്ചിട്ടുണ്ടാവും. കാരണം അങ്ങനെയാണ് 10-11 വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ വളരുന്ന പ്രായമാണ്, ബോഡി വെയിറ്റ് അവർക്ക് ഉണ്ടാകുന്ന പ്രായമാണ്. മനസ്സിലായില്ലേ? 11 വയസ്സ് മുതൽ ഇങ്ങനെ ഊതിയ പറന്നു പോകുന്ന രേണുസുതി കിച്ചുവിനെ എടുത്ത് വളർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടവരുടെ വികാരത്തെ വ്രണപ്പെടുത്താനുള്ള ഒരു ഒളിയമ്പ് മാത്രമായിരുന്നു അത്. വ്രണപ്പെടുകയും ചെയ്തു. പക്ഷെ എന്തും പറ്റി ഇല്ല, കടിച്ചതും പോയി പിടിച്ചതും പോയി എന്നുള്ളൊരിതായി. സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത ആളുകൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു വിക്ടിമിനെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഇതാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നും ആളുകൾ ചേർത്ത് നിർത്തും എന്നുള്ളതിൻ്റെ തെളിവാണ്. എൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കിച്ചു 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 എന്ന് പറയുന്നത് കിച്ചുവിനെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് ആളുകൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷേ ഭയങ്കര മൂർച്ചയേറിയ, ഞാൻ പറഞ്ഞതുപോലെ വിഷം പുരട്ടിയ വാക്കുകളായിരുന്നു അത്. അതാണ് ജനഹൃദയങ്ങളിൽ അത്ര വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും കിച്ചു സുധിക്കെതിരെ അത്രമാത്രം ബുള്ളിങ് ഉണ്ടാവുകയും അവൻ അതായത് ആ വാക്കുകൾ കേട്ടപ്പോൾ അവനറിയാം അവനെ നോക്കിയിട്ടില്ല. അപ്പോൾ ആ വിക്ടിമിനെ ഉണർത്തുക ചെയ്യുന്നത്. ആളുകളുടെ മുന്നിൽ അവനിങ്ങനെ വെല്ലുവിളി പോലൊരു വീഡിയോ ഇട്ട് ആ വെല്ലുവിളി കണ്ടപ്പോൾ വീണ്ടും അവനെതിരെ ബുള്ളിങ് ആയി. ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അബ്യൂസറിന്റെ ആവശ്യം. ഇനിയെങ്കിലും ബന്ധങ്ങളുടെ വിലകൾ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇറക്കുമ്പോൾ, അതായത് ഈ കുഞ്ഞിന് നേരെ നമ്മൾ ആരും അഭിപ്രായങ്ങൾ പറയാതിരിക്കുക, അതൊരു ബുള്ളിങ് ആയിട്ട് മാറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്യൂസറിന്റെ കളിക്കളത്തിലെ കരുക്കളായിട്ടും നമ്മൾ അറിയാതെ മാറുന്നുണ്ട്. അവനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാരണം അവൻ്റെ ജീവിതത്തിൽ പലതരം ബുദ്ധിമുട്ടേറിയ കാരണങ്ങൾക്ക് ഇവരൊക്കെ കാരണക്കാരാണ്.
അറിഞ്ഞോ അറിയാതെ ഒറ്റപ്പെടുത്തലുകൾ അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ രേണു സുധിയും ഉണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. മകനുണ്ടല്ലോ, മകനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറയാൻ തോന്നത്തുള്ളൂ. അവിടെ ആ വ്യത്യാസം മനസ്സിലാക്കണം. വളർത്തു മകനും പ്രസവിച്ച മകനും തമ്മിൽ തൻ്റെ ഉള്ളിലുണ്ടായ അതിർവരമ്പുകളെക്കുറിച്ച് വ്യക്തമായിട്ട് ആ സമയത്തെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. സ്വന്തം കുഞ്ഞിനെ കുറിച്ച് പറയൂ, ഞങ്ങൾ കേൾക്കാം. നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയത്തുള്ളൂ, അത് നമ്മൾ കേൾക്കാം. അവനെക്കുറിച്ചുള്ള കോണ്ടന്റുകൾ ഇറക്കും. അല്ലാതെ മരിച്ചുപോയ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന കുഞ്ഞിനെ താൻ എടുത്തു വളർത്തി എന്ന് പറയുമ്പോൾ, ഋതുതപ്പനെ നിങ്ങൾ ജനിച്ച സമയം മുതൽ എടുത്തു വളർത്തുകയല്ലേ? അവന് തിരിച്ചറിവില്ലാത്ത പ്രായമാണ് ആ കുഞ്ഞിന്, 4-5 വയസ്സേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അവൻ വളരുമ്പോഴും ഇങ്ങനെ പറയുമോ? ഒരിക്കലുമില്ല. അവൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് കുറ്റപ്പെടുത്തുമോ? ഒരിക്കലുമില്ല. എന്താ അത്? ഞാൻ പ്രസവിച്ച മകൻ, ഇത് ആരോ പ്രസവിച്ച മകൻ, പക്ഷെ എൻ്റെ കടമകൾ അവൻ ചെയ്യണം എന്നുള്ള ഒരു കുടില ബുദ്ധിക്കാരിയുടെ ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിപ്പോയി അത്. കാരണം തൊടുത്തുവിട്ട അമ്പുകളെല്ലാം തിരിച്ച് സ്വന്തം ദേഹത്തേക്ക് വന്ന് പതിക്കുന്നത് ദയവ് ചെയ്ത് ഇനിയെങ്കിലും തിരിച്ചറിയുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇവരെ പോലെയുള്ള ആളുകളുടെ കളിക്കളത്തിലെ കരുക്കളാകാതെ ഇരിക്കുക നമ്മൾ ഓരോരുത്തരും. ശരിയാണ്, നമ്മളൊക്കെ ആയിപ്പോകും ഇവരോരോ വാക്കുകൾ. നിങ്ങൾ വീണ്ടും മനസ്സിലാക്കണം, ഇവർ കൃത്യമായി മെനഞ്ഞെടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലാതെ ചുമ്മാതിരുന്ന് ഇങ്ങനെ പറയുന്ന. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് കൊള്ളേണ്ടടുത്ത് കൊള്ളുമെന്ന് അവർക്കറിയാം. അതിനപ്പുറം യാഥാർത്ഥ്യം ഇവർക്കറിയാം. ഞാൻ 11 വയസ്സിലൊന്നും അവനെ എടുത്തിട്ടില്ല. ഞാൻ പിന്നെ 11, 12, 13 വയസ്സ് മുതൽ വയസ്സ് വരെയൊക്കെ ഞാൻ കിച്ചുവിനെ എടുക്കാൻ പോകില്ല. എനിക്ക് എടുത്താൽ പോലും പൊങ്ങില്ല എന്നുള്ളൊരു കാര്യം രേണു സുധിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് നേരെ ബുള്ളിങ് ഉണ്ടാകുമെന്നും, അവൻ ഇനിയിപ്പം ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ജനപ്രീതി കിട്ടാതെ തോറ്റു തുന്നമ്പാടി അവൻ ഇറങ്ങണമെന്നും, അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല, ഫിനാൻഷ്യലി അവൻ ഏൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ചില തോന്നലുകൾ കൊണ്ടാകാം ഇട്ടുകൊടുത്തത് എന്നുള്ള കാര്യം ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.